ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ സ്പോട്ടിലെത്തിയിരിക്കുകയാണ്. കോട്ടമൈതാനത്തെത്തി. ഇനി നേരെ പോയിട്ട് വണ്ടി പാർക്ക് ചെയ്യണം. ആദ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ് എന്ന് പറഞ്ഞു പോയി ഞങ്ങളെ 30 രൂപയുടെ പാർക്കിംഗ് ചാർജ് തന്ന് ആദ്യം പാർക്കിങ്ങിലെ ചേച്ചി തളർത്തി. 8ാം മാസത്തിലെത്തിയിരിക്കുന്ന ഡോക്ടർ ബെഡ് റെസ്റ്റ് പറഞ്ഞ് എൻ്റെ ഭാര്യയാണ് എന്നെ മാടി വിളിക്കുന്നത്. കണ്ടില്ലേ അവളുടെ ഒരു ശുഷ്കാന്തി. ഞങ്ങൾ നടത്തം തുടങ്ങി കേട്ടോ. നടന്നുകൊണ്ടേയിരിക്കുന്നു. സൈഡിൽ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങളതൊന്നും ഗൗനിച്ചില്ല. ഞങ്ങളുടെ നടത്തം തുടങ്ങി. ടിക്കറ്റ് എടുത്തില്ല കേട്ടാ. ഇനിയിപ്പോൾ അഥവാ എങ്ങാനും അവിടെ ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലാ. അന്ന് എപ്പോഴും ഒരു വട്ടം വന്നപ്പോൾ ടിക്കറ്റ് എടുക്കാതെ കയറിപ്പോയത് എൻ്റെ മനസ്സിൽ വന്നു. ഞാൻ ഇവിടെ വരാനുള്ള മെയിൻ കാരണം ഞാനൊരു പൃഥ്വിരാജ് ഫാനാണ്. പൃഥ്വിരാജിൻ്റെ അയ്യപ്പനും കോശിയും എന്ന സിനിമയിൽ പൃഥ്വിരാജിനെ അറസ്റ്റ് ചെയ്ത് സബ് ജയിൽ കൊണ്ടുപോകുന്നൊരു സീനുണ്ട്. അത് ഇവിടെ വെച്ചായിരുന്നു ഷൂട്ട് ചെയ്തത്. അപ്പോൾ ആ ജയിലൊന്ന് കാണാം എന്നൊരു പ്രതീക്ഷയിലാണ് ഞാൻ വന്നത്. ഞങ്ങളങ്ങനെ നടന്ന് മെയിൻ എൻട്രി ഗേറ്റിലെത്തി. പക്ഷേ അവിടെ നിന്ന് ഞങ്ങളുടെ കണക്കുകൂട്ടലുകൾ മുഴുവൻ തെറ്റി ഗൈസ്. അങ്ങനെ പാർക്കിംഗ് ചേച്ചിക്ക് ശേഷം സെക്യൂരിറ്റി ചേട്ടൻ ഞങ്ങളുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പിനെ വീണ്ടും തളർത്തി ഗൈസ്. ടിക്കറ്റ് വേണം പോലും. അങ്ങനെ തിരികെ പോയി വീണ്ടും ടിക്കറ്റ് എടുത്ത് തിരിച്ച് നടന്ന് ഞങ്ങൾ ഗൈസ് അന്തസ്സോടെ. അങ്ങനെ ഞങ്ങൾ നടന്ന് ആ പോലീസ് സ്റ്റേഷൻ്റെയും ജയിലിൻ്റെയും പരിസരത്തെത്തി ഗൈസ്. പക്ഷേ കണ്ട കാഴ്ച ദയനീയമായിരുന്നു ഗൈസ്. എല്ലാ ബിൽഡിങ്ങുകളും പൊളിഞ്ഞു വീഴാനായ അവസ്ഥയിലായിരുന്നു. അത്രയും ജീർണിച്ചു പോയിരിക്കുന്നു. ഇവിടെ എത്തിയപ്പോഴാണ് ഗൈസ് ഞാൻ ഒരു കാര്യം കൂടി മനസ്സിലാക്കിയത്. എൻ്റെ ജനറൽ നോളജ് ഭയങ്കര വീക്കാണെന്ന്. കാരണം 2019 ഇവിടെ ജയിൽ സ്പേസ് പോരാ എന്ന് പറഞ്ഞ് മലമ്പുഴയിലേക്ക് മാറ്റിയിരുന്നു. അത് ഈ 5 വർഷത്തോളം ഞാൻ അറിഞ്ഞതേയില്ല. അങ്ങനെ ഞങ്ങളുടെ നടത്തം തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ പതിയെ ബാക്കിയുള്ള കാഴ്ചകൾ ഞങ്ങൾ കണ്ടു തീർക്കാൻ തന്നെ തീരുമാനിച്ചു. മുകളിലെത്തിയപ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു. നല്ല വൈബായിരുന്നു. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്തു. ബോറടി ആരെക്കൂടെ തുടങ്ങിയപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങി. പാർക്കിങ്ങിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി മടങ്ങാമെന്ന് തീരുമാനിച്ചു. നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു പെങ്ങളെ ഉറുപ്പിൻ്റെ അടുത്ത ആഗ്രഹം. ന്യൂ ഇയർ സെലിബ്രേഷൻ ഞാൻ വലിഞ്ഞു വിട്ടു. അങ്ങനെ ഈ പെങ്ങളെ ഉറുപ്പ് കാരണം നാട് വിടേണ്ടി വരുമല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്ന് മന്ദം യാത്രയായി. ബൈ ഗായ്സ്.